ഇന്നലെ സന്ധ്യ പിണങ്ങിപ്പോയി. അപ്പൊ സന്ധ്യ ഇല്ലേ? ഇല്ല. ഉച്ച കഴിഞ്ഞാ നേരെ രാത്രിയാവുന്നു. ആണോ ഞാൻ പറഞ്ഞത്? എന്റെ പെണ്ണും പുള്ള സന്ധ്യ പിണങ്ങിപ്പോയെന്ന്. എന്താ പറ്റി? സംശയം. നിന്നെ ഞാൻ പണിക്ക് വിളിച്ചതറിഞ്ഞപ്പോ ഭയങ്കര സംശയം. ഞാൻ പെങ്ങളാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഓ, പെങ്ങളാണെന്ന് ഒരിക്കലും അവളോട് പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞങ്ങള് രണ്ടുപേരും കൂടെ പണ്ട് വാഴപ്പണയിലിട്ട് പൊക്കുന്നത് വരെ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നാണ് നാട്ടുകാർ വിചാരിച്ചിരുന്നത്. ശരി. അപ്പൊ ഇതിനെ കൊണ്ട് പെങ്ങളെന്ന് പറഞ്ഞ അങ്ങോട്ട് എന്നാലേ അവള് തലക്കെട്ട് കിണുക്കും. കരളേ, എന്തോ ഇതിനു മുമ്പ് ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടോ? മേശിരി പണിക്ക് പോയിട്ടുണ്ടോന്ന്? ഇല്ല മേശരി, ആദ്യമായിട്ടാ. ആ, എനിക്കത് തോന്നി. കാര്യം എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യവും ഇത്രയും നിറവൊക്കെ ഉള്ള കുട്ടി ഈ പണിക്ക് വരേണ്ട കാര്യമില്ല. വയ്യ. കാലുകൊണ്ട് ജാന്ത് കൂട്ടണ്ട, മമ്മട്ടി ഇരിപ്പുണ്ട്. അതല്ല മേശരി, അച്ഛന്റെ മരണശേഷം ഉണ്ടല്ലോ വീട്ടുഭാരം മൊത്തം എന്റെ ചുമലിലായിരുന്നു. അയ്യോ, അച്ഛൻ എങ്ങനെ മരിച്ച്? ഒന്നും പറയണ്ട. അടിച്ചു വിറ്റായിട്ട് ഒരു ദിവസം കരുമാടിക്കുട്ടൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. ആ പാട്ട് സീൻ വന്നപ്പോ പുന്നമടക്കായലാന്ന് പറഞ്ഞ മൂക്കും തപ്പി പിടിച്ചെടുത്ത് സ്ക്രീനിലോട്ട് ഒറ്റ ചാട്ടം. എന്നിട്ടെന്തുവാ, സിനിമ തുടങ്ങുമ്പോ രാജംബീദേവിന്റെ വായിലിരിക്കുന്ന അച്ഛൻ.